ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. ദൈവത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഇതാണ് ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഏലിയാവ് ദൈവത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇസബേൽ എന്നൊരു സ്ത്രീയുടെ മുമ്പിൽ പട്ടുപോകുവാൻ വേണ്ടി മരുഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവനെ പോലും മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ലക്ഷ്യം എനിക്ക് വേണ്ടിയുള്ളതാണ്. നിന്റെ ലക്ഷ്യത്തിനെ നീ ഒരിക്കലും മറക്കരുത്. ഇതവനെ ഉണർത്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവനെ ജീവിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. കരുതലുകൾ ദൈവമാണ് കരുതിയത്. കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുത്ത് വെള്ളത്തിനരികെ കൊണ്ടുപോയി ദാഹശമനിയും നടത്തി ഇവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം കൊടുത്ത് അഭിഷേകത്തിന്റെ നിറവിൽ സഞ്ചരിക്കുവാൻ ദൈവം ഇവനെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയാൽ നീ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിന്റെ ലക്ഷ്യം ഈ ലോകത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന സ്വർണ്ണ നാണയങ്ങളോ പണത്തൊട്ടുകളോ ഒന്നുമാകരുത്. പകരം ദൈവത്തിനു വേണ്ടി എനിക്ക് ചിലത് ചെയ്തെടുക്കണം. അത് ആയിരിക്കണം.